പുതിയ പ്രഭാതത്തിലേക്കും പുതിയ കഥയിലേക്കും ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഥയും കാര്യവും പരിപാടിയിൽ നമ്മളിന്ന് കേൾക്കുവാൻ പോകുന്നത് ഒരു കുറുക്കൻ്റെയും ഒരു പുലിയുടെയും കഥയാണ്. ഒരു മനുഷ്യൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അതിവിചിത്രമായൊരു കാഴ്ച കണ്ടു. 4 കാലുകളില്ലാത്ത തടിച്ച് കൊഴുത്ത് ആരോഗ്യവാനായ ഒരു കുറുക്കൻ. ഇയാളുടെ അത്ഭുതത്തിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, കാലുകളില്ലാതിരുന്നിട്ടും എങ്ങനെയാണ് ഈ കുറുക്കൻ ഇത്രമാത്രം ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നത് എന്നതായിരുന്നു. അപ്പോഴാണ് അയാൾ മറ്റൊരു കാഴ്ച കാണുന്നത്. ഒരു പുലി താൻ പിടിച്ച ഇരയുമായിട്ട് വന്ന് ആ ഇരയുടെ പകുതി കുറുക്കന് നൽകിയിട്ട് പുലി കടന്നുപോയി. അയാൾക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. കാലുകളില്ലാതിരുന്നിട്ടും ഈ പുലിയാണ് കുറുക്കന് ഭക്ഷണം കൊണ്ടുവന്ന് എല്ലാ ദിവസവും കൊടുത്തിരുന്നത്. പെട്ടെന്നാണ് അയാളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുന്നത്. നാളെ മുതൽ ഞാനും ഈ കുറുക്കനെ പോലെ ആകും. എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. എനിക്ക് ഭക്ഷണം തരുവാനായിട്ട് ദൈവം ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ വീടിന് പുറത്തിറങ്ങാതെ ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് തരും എന്ന വിശ്വാസത്തോടെ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഭക്ഷണവുമായിട്ട് ആരും അയാളെ സമീപിച്ചില്ല. അവസാനം പട്ടിണി കിടന്ന് മരിക്കുമെന്നുറപ്പായപ്പോൾ അയാൾ ദൈവത്തോട് പരാതി പറഞ്ഞു. എന്തുകൊണ്ടാണ് നിസ്സാരനായ ഒരു കുറുക്കന് ഭക്ഷണം ഏൽപ്പിക്കുവാനായിട്ട് ഒരു പുലിയെ നിയോഗിച്ച അങ്ങ് എനിക്ക് വേണ്ടി ഭക്ഷണം നൽകുവാനായിട്ട് ആരെയും ഏൽപ്പിക്കാതിരുന്നത്? അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങനെ ഒരു ദൃശ്യം കാണിച്ചു തന്നത് നീ കുറുക്കൻ്റെ മാതൃക സ്വീകരിക്കുവാനല്ല, നേരെ മറിച്ച് പുലിയുടെ മാതൃക സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിലുള്ള 2 വഴികളാണ്. കുറുക്കനെ പോലെയാകാം, പുലിയെ പോലെയാകാം. മറ്റുള്ളവരിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ മനോഹരം. ഓരോ ദിവസവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പുലികളായിട്ട് നമുക്ക് മാറാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പുതിയ ഒരു കഥയുമായിട്ട് നാളെ വീണ്ടും കാണാം. നമസ്കാരം.